നടരാജ, കള്ളവോട്ടുകാരനും പോളിംഗ് നിർത്തിവെച്ചു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടല്ലോ. എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗ് ശതമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 4 മണിയുടെ കണക്ക് പ്രകാരം 66% പോളിംഗ് ജില്ലയിൽ പിന്നിട്ടിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ, മുനിസിപ്പാലിറ്റികളിൽ കുന്നംകുളം 63, ഇരിഞ്ഞാലക്കുട 62, കൊടുങ്ങല്ലൂർ 64, ചാവക്കാട് 64, ഗുരുവായൂർ 61, ചാലക്കുടി 62, വടക്കാഞ്ചേരി 63 എന്നിങ്ങനെയാണ് സ്ഥിതി. തൃശൂർ കോർപ്പറേഷനിൽ 54.62% പെർസെൻറ്റേജ്. ഇത് മികച്ചതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അവസാന മണിക്കൂറുകളിൽ പക്ഷേ എനിക്ക് പിറകിൽ കാണാം, അധികം ആളുകളെ പോളിംഗ് ബൂത്തുകളിൽ കാണാനില്ല, വിജനമാണ്. ചിലർ മാത്രം വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്, അധികം പേർ ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചേട്ടാ, വോട്ട് ചെയ്യാൻ എത്തിയാണ്? ലേറ്റായോ? എന്താ രാവിലെ രാവിലെ ഇറങ്ങിയപ്പോ അവസാന മണിക്കൂറിലേക്ക് വെക്കാൻ കാരണം എന്തായിരുന്നു? ഒന്നുമില്ല, കാലത്ത് കുറച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോ ചിലർ അങ്ങനെ ഇപ്പോഴെത്തുന്നുണ്ട്. ഇനി 2 മണിക്കൂർ സമയം കൂടി ഉണ്ട് ശരിക്കും. പക്ഷേ 8 ബൂത്തുകളുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ടാണിത്. ഇവിടെ വളരെ കുറച്ച് പേരെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചുകൊണ്ട് മടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിതി. മറ്റ് സ്ഥലങ്ങളിലും ഞാൻ തൃശ്ശൂർ നഗരത്തു നിന്നും അല്പം ദൂരെയുള്ള കോലഴി എന്ന ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. വരുന്ന വഴിയിൽ പല ബൂത്തുകൾ പരിശോധിച്ചപ്പോഴും വരിയിൽ ആളുകളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതൊരു ട്രെൻഡ് കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. ഇവിടെയൊക്കെ തന്നെ വോട്ടിംഗ് മെല്ലെ മെല്ലെ പതിയെ അവസാനിച്ച് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മറ്റ് സ്ഥലങ്ങളിൽ ഇരിങ്ങാലക്കുട അതുപോലെ തന്നെ മറ്റ് മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെ ഈ രീതിയിൽ നല്ല പോളിംഗ് രാവിലെയുള്ള മണിക്കൂറുകൾ നടന്നു. പക്ഷേ ഇപ്പോൾ ആളുകളുടെ തിരക്ക് കുറവാണ്. വരും മണിക്കൂറുകളിൽ 6 മണിക്ക് ശേഷം ഒരു വലിയ തിരക്കുണ്ടാവാനുള്ള സ്ഥിതി ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണുന്നില്ല.